കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജർമ്മനിയിൽ അതിശക്തമായി ദൈവം ഉപയോഗിക്കുന്ന അനുഗ്രഹീതമായ ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയാണ് ബഥേൽ ഇന്റർനാഷണൽ പെന്തക്കോസ്ത് ചർച്ച്. ക്രിസ്തുവിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജു ശാമുവേൽ, പ്രിയ ജാൻസിയാനി, അവർ ദൈവം നൽകിയ ദർശനത്തിന്റെ മുൻപിൽ മിഷനറി കാഴ്ചപ്പാടോടുകൂടെ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിരവധി സഭകൾ എഴുന്നേൽക്കുവാൻ ദൈവം കൃപ പകർന്നു. ആ സഭയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ദൈവത്തിന്റെ വചനം പല പ്രാവശ്യം പങ്കുവയ്ക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹീത കൂട്ടായ്മയെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുകയാണ്. മാത്രമല്ല, മലയാളി പെന്തക്കോസ്ത് സമൂഹത്തിന് അഭിമാനിക്കത്തക്ക വിധത്തിൽ ആദ്യമായി ജർമ്മനിയിൽ ഒരു ചർച്ച് വാങ്ങിക്കുകയും ആ സഭാക്രമീകരണം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ഈ 23-ാം തീയതി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. 23-ാം തീയതി നടക്കുന്ന ആലയ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ ഏറിയ ദൈവകൃപ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവ് പകരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബഥേൽ ഇന്റർനാഷണൽ പെന്തക്കോസ്ത് ചർച്ച് വളർച്ചയുടെ പാതയിലാണ്. ഒരു ദർശനം ഒരു വ്യക്തി പ്രാപിക്കുകയും ആ ദർശനത്തോട് ചേർന്ന് നിൽക്കുവാൻ ചില പ്രിയപ്പെട്ടവർ എഴുന്നേൽക്കുകയും ആ ദർശനത്തിന്റെ പാതയിലൂടെ ശക്തമായി മുൻപോട്ട് നീങ്ങുകയും ചെയ്താൽ ആ ദർശനം വിജയിപ്പിക്കുവാൻ ദൈവത്തിന്റെ കരം ചലിച്ചിരിക്കും. അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ പിൻവലിക്കാത്ത ഒരു കരം അവിടുത്തെ തേജസ്സിന്റെ കരമാണ്. അത് ബഥേൽ ഇന്റർനാഷണൽ പെന്തക്കോസ്ത് ചർച്ചിന്റെ പിൻപിൽ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, സെഹിയോൻ മാളികമുറിയിൽ ഒരു അഗതി സംഘം കൂടിയിരിക്കുകയാണ്. നേതാവിനെ ക്രൂശിച്ചു കൊന്ന, ട്രഷറർ കെട്ട് ഞാൻ ആത്മഹത്യ ചെയ്ത, സാമ്പത്തികമായി യാതൊരു പിന്തുണയും ഇല്ലാത്ത, മാത്രമല്ല രാഷ്ട്രീയമായി ശക്തമായ എതിരുകൾ നേരിടുന്ന ആ ചെറിയ സംഘത്തിന്മേൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി പരിശുദ്ധാത്മ വ്യാപാരം പെയ്തിറങ്ങിയതോടുകൂടെ ലോക ചരിത്രത്തിൽ അസാധാരണ സ്വാധീനം വരുത്തിക്കൊണ്ട് ഭൂഖണ്ഡങ്ങളെ വലം ചുറ്റി അധികം താമസിക്കാതെ ദൈവസഭ അതിന്റെ ചൈത്രയാത്രയുടെ കൊടി ഉയർത്തിയെങ്കിൽ ബഥേൽ ഇന്റർനാഷണൽ പെന്തക്കോസ്ത് ചർച്ചിന്റെ ആത്മീയ പ്രവർത്തനങ്ങളെ തുടർന്നും ദൈവം ശക്തമായി പരിശുദ്ധാത്മ വ്യാപാരത്താൽ ഉപയോഗിക്കട്ടെ. ദൈവപ്രവൃത്തി അസാധാരണമായി ഈ സഭാപ്രവർത്തനത്തിലൂടെ ആ രാജ്യത്ത് വെളിപ്പെടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഈ പ്രത്യേക സന്തോഷത്തിൽ ഞങ്ങൾ സഭയായി IPC റാന്നി ബഥേൽ ടൗൺ സഭയായി പങ്കുചേരുകയും ചെയ്യുന്നു. എല്ലാവിധ മംഗളാശംസകളും അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.